ഹോട്ട് ഫസ് എന്ന് പറഞ്ഞ എഡ്ഗാർ റൈറ്റിന്റെ ഒരു പടം ഇങ്ങനെ വെറുതെ കണ്ടു വെക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാനത് കണ്ടു നോക്കി, എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ആരാ ഈ എഡ്ഗാർ റൈറ്റ്? എനിക്ക് അങ്ങനെ വലിയ ഫോറിൻ മൂവി എക്സ്പോഷർ എനിക്ക് കുറവാണ്. അപ്പോൾ ആരാ എഡ്ഗാർ റൈറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വിക്കിപീഡിയ നോക്കി. അപ്പോൾ എഡ്ഗാർ റൈറ്റിന്റെ ഫിലിമോഗ്രഫി കണ്ടു. അപ്പോൾ ഈ ഹോട്ട് ഫസ് എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു ഹിസ് കോർണറ്റോ ട്രിലജി എന്ന് പറഞ്ഞിട്ടൊരു വാചകം ഉണ്ടായിരുന്നു. കോർണറ്റോ ട്രിലജി അതെന്താണെന്ന് അറിയാൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞു ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 3 സ്റ്റാൻഡ് അലോൺ സ്റ്റോറീസ് ഷെയറിങ് എ സ്പിരിച്വൽ എസൻസ്. ആ സ്പിരിച്വൽ കോമൺ സ്പിരിച്വൽ എസൻസ് എന്ന് വെച്ചാൽ ഇതിലത്തെ ലീഡ് പെയർ സെയിം ആണ്, എല്ലാം ബഡ്ഡി കോമഡി മൂവീസ് ആണ്. പക്ഷേ ജോണർ വേറെയാണ്, എല്ലാം വേറെയാണ്. ഒന്ന് ഈ പറഞ്ഞ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്പൂഫാണ് ഈ ഹോട്ട് ഫസ്. പിന്നെ പറഞ്ഞാൽ സോംബി സ്പൂഫാണ് ഷോൺ ഓഫ് ദ ഡെഡ്, അടിപൊളി പടം. പിന്നെ പറഞ്ഞാൽ കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് അപ്പോകലിപ്റ്റിക് പരിപാടി വെച്ചൊരു ന്യൂ വേൾഡ് എന്ന് പറഞ്ഞൊരു പടം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ട്രിലജി ഒക്കെ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോഴാണ് മറ്റേ ടി ദാമോദരൻ സാറിന്റെ ഈ നാട് ഇനിയെങ്കിലും ഉണരു മണിരത്നം സാർ ഡയറക്ട് ചെയ്ത പടം. അപ്പോൾ അതിനും അതിൽ കഥാപാത്രങ്ങൾ ഡിഫറെന്റ് ആണ്, ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോറിയാണ്, ബൗണ്ട് ബൈ എ കോമൺ ഫാക്ടർ. ഇറ്റ്സ് വർക്കിംഗ് ക്ലാസിന്റെ ട്രേഡ് യൂണിയൻ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതി. അങ്ങനെയൊക്കെ ഉള്ളൊരു എസൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഫിലിമോഗ്രഫി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാവിയിൽ ഹൈൻസൈറ്റിലും ആഗ്രഹങ്ങളാണ്, ഇതൊന്നും നടക്കുമെന്നില്ലെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പടത്തെക്കുറിച്ച് കേൾക്കുന്ന ആൾക്കാർ ഇത് ഒരു ഫിലിമോഗ്രഫിയുടെ ഭാഗമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആണോ മറ്റു 2 പടങ്ങൾ ഏതൊക്കെയാണ് ഇതൊന്ന് കണ്ടു നോക്കാം. മറ്റു 2 കണ്ടു നോക്കിയിട്ട് അത് ചിലപ്പോൾ വർക്കാവണമെന്നില്ല, ചിലപ്പോൾ ഒന്ന് വർക്കാവും ഒന്ന് വർക്കായില്ലെന്ന് വരാം.